ദാമ്പത്യം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 14. ഞാനിതെവിടാ ഈ കിടക്കുന്നേ? വിഷം കണ്ണു തുറന്നു നോക്കുന്നതും കാണുന്നത് തൻ്റെ കട്ടിലിൻ്റെ മറുവശത്തായി കിടക്കുന്ന ആദിയെയാണ്. അയാൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. കണ്ണുകൾ രണ്ടും കൈവെള്ള കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അയാൾ വീണ്ടും മകൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതെ, ആദി തന്നെയാണ്. പക്ഷെ എങ്ങനെ? ഇന്നലെ രാത്രി താൻ മാത്രമാണല്ലോ ഈ മുറിയിൽ വന്ന് കിടന്നത്. അതുമാത്രമല്ല, ഒരിക്കലും തൻ്റെ മുഖം പോലും കാണാൻ ഇഷ്ടമില്ലാത്ത ഒരുവൻ തൻ്റെ മുറിയിൽ തന്നോടൊപ്പം, അതും ഒരേ ബെഡിൽ കിടക്കുക എന്നൊക്കെ വെച്ചാൽ അതിൽ പരം അത്ഭുതം വേറെയൊന്നുമില്ല താനും. അയാൾ ഒട്ടൊരു അവിശ്വസനീയതയോടെ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു. എന്തോ സംശയം തോന്നിയത് കൊണ്ടാവാം ഒരിക്കൽ കൂടി അയാൾ ആദ്യ കിടക്കുന്നിടത്തേക്ക് പാളി നോക്കിയത്. മകൻ പുതച്ചിരിക്കുന്ന പുതപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി നിൽക്കുന്ന ഒരു കുഞ്ഞിക്കാല് അപ്പോഴാണ് വിഷത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ആ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പുതപ്പിനടിയിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിലായിരുന്നു. ആദിയുടെ മുകളിലായി ആരോ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരാ? ഒരു നിമിഷത്തേക്ക് വിഷത്തിൻ്റെ ചിന്ത മാറി മറഞ്ഞു. പെട്ടെന്നാണ് കുഞ്ഞിപ്പെണ്ണിനെക്കുറിച്ച് അയാൾ ആലോചിച്ചത്. അത് ഓർമ്മയിൽ വന്നതും വിഷത്തിന് കൂടുതൽ അമ്പരപ്പാണ് തോന്നിയത്. തത്ത ഇവനോട് ഇത്ര അടുത്തുവോ? അയാൾക്കൊട്ടും വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വട്ടം കൂടി ഉറ്റുനോക്കിയിട്ട് വിഷം പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ, അതീവ ശ്രദ്ധയോടെ നേരെ വാഷ്റൂമിൽ കയറി കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇനിയും എഴുന്നേൽക്കാതെ ഉറങ്ങിക്കിടക്കുന്നവരെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി രാധയുടെ അരികിലേക്കായി നടന്നു. എങ്ങനുണ്ടടി? റൂമിലേക്ക് കയറി ചെന്നതും കുളിച്ചിറങ്ങിയിരിക്കുന്ന രാധയെ കണ്ടപ്പോൾ അയാളിൽ ഒരു സന്തോഷം നിറഞ്ഞു. തലയുടെ വേദന കുറഞ്ഞു വിശ്വേട്ടാ, കാലിനാണ് ഇത്തിരി പിടുത്തം. അവർ പുഞ്ചിരിച്ചു. രാവിലെ തന്നെ നീ കുളിയൊക്കെ കഴിച്ചോ? അയാൾ അടുത്ത് ചെന്ന് ഭാര്യയുടെ കൈ കവർന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്തോ പോലെ തോന്നി. ദേവിമോള് ചൂടുവെള്ളം കൊണ്ട് തന്നു, ദേഹമെല്ലാം തുടച്ചു തന്നു. വേണ്ട വേണ്ട എന്നാ കുട്ടിയോട് ഞാൻ ആവുന്നത് പറഞ്ഞതാ. പറഞ്ഞാൽ കേൾക്കണ്ടേ? പാവ, സ്നേഹമുള്ളോളാ കുട്ടി. അവർക്ക് ദേവികയെ അത്രത്തോളം പിടിച്ചിട്ടുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെവിടെ? അയാൾ മുറിയിൽ ആകമാനം നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നെ ഇവിടെ ഒരുക്കിയിരുത്തിയിട്ട് ഇപ്പോൾ ബാത്റൂമിലേക്ക് കയറിയതേ ഉള്ളൂ ആള്. രാധ ബാത്റൂമിന് നേർക്ക് വിരൽ ചൂണ്ടി. ആ, കാവുമ്പാട്ടമ്മയ്ക്ക് ദേവികയെ നല്ലോണം ബോധിച്ചിട്ടുണ്ടല്ലോ. കളിയായി വിഷു അവരുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു. ആർക്കാ ആ കുട്ടി ഇഷ്ടപ്പെടാത്തത്? പാവം, ഒത്തിരി അനുഭവിച്ചു. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൾക്കിവിടെ വന്ന് നിന്ന് എന്നെ ഇങ്ങനെ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്കവളോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോയി. എന്നാ കൂടെ കൂട്ടിക്കോടി നീ? അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ കിടന്ന ഒരു കസേരയിലേക്കായി ഇരിപ്പുറപ്പിച്ചു. അതിനിപ്പോൾ എന്താ? അവൾ നമ്മുടെ കാവുമ്പാട്ട് നിന്നോട്ടെ. അതിലിപ്പോൾ ആർക്കാ പ്രശ്നം? അവർ പ്ലാസ്റ്റർ ഇട്ട വലത്തെ കാലിൽ വെറുതെ ഒന്ന് തലോടി. അപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും കുളിയും കഴിഞ്ഞ് ദേവിക പുറത്തേക്കിറങ്ങി വന്നത്. അയാളെ മുറിയിൽ കണ്ടതും ഒട്ടൊരു ചമ്മൽ അവൾക്ക് അനുഭവപ്പെട്ടു. എങ്കിലും ഒരു ചെറു പുഞ്ചിരി നൽകിയിട്ട് പതിയെ റൂമിന് പുറത്തേക്കായി ഇറങ്ങിയവൾ. മോൾ എണീറ്റില്ലേ വിശ്വേട്ടാ? കുറച്ചു കഴിഞ്ഞതും രാധ തിരക്കി. ഇല്ലടി, നല്ല ഉറക്കം. പൊടുന്നനെ ആദിയുടെ മുഖം ഓർമ്മയിൽ വന്നതും അയാളത് മനഃപൂർവ്വം ഉള്ളിലടക്കാൻ ശ്രമിച്ചു. ആദിയോ? ഉടനെ തന്നെ അടുത്ത ചോദ്യം എത്തിയിരുന്നു. അവനും ഉറക്കവാ. വിശ്വം അവരുടെ മുഖത്തേക്ക് നോക്കാതെ ആരോടെന്നില്ലാതെ മറുപടി പറഞ്ഞു. അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം, തമ്മിൽ കണ്ടാലോ? അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം, തമ്മിൽ കണ്ടാലോ കീരിയും പാമ്പും പോലെയാ. ഭർത്താവിൻ്റെ എങ്ങും തൊടാതെയുള്ള സംസാരം കേട്ടപ്പോൾ ചിരി പൊട്ടിയെങ്കിലും അവരത് മനസ്സിൽ തന്നെ വെച്ചു. ആദി, പെട്ടെന്നാരോ വാതിൽക്കൽ നിന്നും വിളിച്ചത് കേട്ടപ്പോഴാണ് വിഷുവും രാധയും ഒരുപോലെ അങ്ങോട്ടേക്ക് നോക്കിയത്. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും വിശ്വത്തിൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയാണ് വിടർന്നതെങ്കിൽ രാധയുടെ കണ്ണുകളിൽ അവളോടുള്ള വെറുപ്പും ദേഷ്യവും ഒരുപോലെ കത്തിയിരുന്നു. ഹാ, ആരിത്? അനുമോളോ? അകത്തേക്ക് വാ. അതെന്താ വാതുക്കൽ തന്നെ നിന്നു പോയത്? അനാമികയെ കണ്ടതും അയാളിൽ വാത്സല്യം മുളച്ചു പൊന്തി. വിശ്വത്തിൻ്റെ ഒരേയൊരു അനിയത്തിയായ ദമയന്തിയുടെ 2 പെൺമക്കളിൽ മൂത്ത മകളാണ് അനാമിക.
ഇളയത് ശ്വേത, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ദമയന്തിയുടേത് പ്രണയവിവാഹമായിരുന്നു. അവരുടെ നാട്ടിൽ തന്നെ ഒരു പലചരക്ക് കട നടത്തുന്നു. അനിയത്തിയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ആദിയും അനാമികയുമായുള്ള വിവാഹം വിഷം നടത്തിയത് തന്നെ. ആൻറ്റിക്ക് എന്താ പറ്റിയത്? ഇന്നലെ രാത്രി ആദിയേട്ടനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നു. ആർക്കെന്ത് പറ്റിയെന്ന് ആളിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആദിയേട്ടൻ്റെ ദേഷ്യം കണ്ടപ്പോൾ പിന്നീട് വേണ്ടെന്ന് വെച്ചു. അവൾ മുറിയിലേക്ക് കയറി ചെന്നിട്ട് രാധയുടെ ബെഡിലേക്ക് ചാരിയിരുന്നു. അവളൊന്ന് വീണു. കാലിന് ചെറിയ പൊട്ടലുണ്ട്. നെറ്റി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അനു. രാധ അവളോട് മിണ്ടുന്നില്ലെന്ന് കണ്ടതും വിഷം ചാടിക്കയറി പറഞ്ഞു. അയ്യോ, എന്നിട്ട്? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ആൻറ്റി. അവളവരുടെ കാലിന് മുകളിൽ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്ററിന് മുകളിലൂടെ മെല്ലെ വിരലുകൾ ഓടിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ. മിക്കവാറും ഇന്നോ നാളെ ഇവളെ ഡിസ്ചാർജ് ചെയ്യും. അയാൾ അലസമായി അതിനുള്ള മറുപടി നൽകി. ആൻറ്റി വീണെന്നുള്ള കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞില്ല അല്ലേ? അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞേനെ. അനാമിക സങ്കടത്തോടെ രാധയുടെ നേർക്ക് പാളി നോക്കി. പക്ഷേ അവരപ്പോഴും മുന്നിൽ നിൽക്കുന്നവളെ നോക്കാതെ മുഖം ചെരിച്ചു പിടിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ദമയന്തിയെ വിളിച്ച് മനഃപൂർവ്വം പറയാതിരുന്നതാ. അവൾ വെറുതെ പേടിക്കും. വിശ്വത്തിൽ അനിയത്തിയോടുള്ള സ്നേഹം പ്രകടമായി. അത് ശരിയാ, എൻ്റെ അമ്മയ്ക്ക് രാധയമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. അനാമിക ഒന്ന് ചിരിച്ചു. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നീ എന്താ ഇവിടെ? ബാംഗ്ലൂരിൽ നിന്നും എപ്പോൾ തിരിച്ചെത്തി? വിശ്വം സംശയത്തോടെ തിരക്കി. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 2 ദിവസമായി അങ്കിളെ. ഇവിടെ ഇപ്പോൾ ഒരു ഫ്രണ്ടിന് വേണ്ടി വന്നതാ. അങ്കിളിനറിയില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജീനയെക്കുറിച്ച്? എൻ്റെ കമ്പനിയുടെ MD. അവൾക്ക് നല്ല സുഖമില്ല. ഇന്നലെ ഇവിടെ അവളെ അഡ്മിറ്റ് ചെയ്തു. അനാഥയല്ലേ അങ്കിളെ അവൾ. ഞാനല്ലാതെ വേറെ ആരും അവളെ കൂടെ നിർത്തില്ലല്ലോ. ജീനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മാത്രം അനാമികയുടെ മുഖം വിടർന്നിരുന്നു. അറിയാം, ആ കുട്ടിയെ ചൊല്ലിയല്ലേ എൻ്റെ മകൻ നിന്നെ വേണ്ടെന്ന് വെച്ചത്. ഛേ! 3 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ പൊടുന്നനെ ഓർമ്മയിൽ വന്നതും വിശ്വം അതിഷ്ടപ്പെടാത്ത രീതിയിൽ തലയൊന്ന് കുടഞ്ഞു. അനാമിക എന്തിനോ വേണ്ടി അവളുടെ മുഖം കുനിച്ചു നിന്നു, ഒരുതരം കുറ്റബോധത്തോടെ. മോളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ പുതിയ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കണം കേട്ടോ. അയാൾ അധികാരത്തോടെ പറഞ്ഞു നിർത്തി. അത് പിന്നെ എനിക്കിപ്പോഴും ആദ്യേട്ടനെ മറക്കാൻ പറ്റുന്നില്ല അങ്കിളെ. മനസ്സിൽ 1000 വട്ടം കുറ്റബോധം തോന്നിയെങ്കിലും ജീനയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും അനാമിക വാക്കുകളിൽ സങ്കടം നിറച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ തത്തമ്മയുടെ ഉറക്കം കഴിഞ്ഞോ? തൻ്റെ നെഞ്ചിന് മുകളിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു കിടക്കുന്ന നത്തമ്മയുടെ നെറുകയിൽ അതിവാത്സല്യത്തോടെ ഒരു ഉമ്മ നൽകി. കഴിഞ്ഞു. അവൾ അതും പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അടർന്നു മാറിയിരുന്നു. നമുക്ക് പല്ല് തേക്കണം, കുളിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. വായോ. ബെഡിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ആദി അവൾക്ക് നേരെ കൈകൾ രണ്ടും നീട്ടിപ്പിടിച്ചതും തത്തമ്മ ഉറക്കച്ചടവോടെ അവൻ്റെ ദേഹത്തേക്ക് അള്ളിപ്പിടിച്ച് കയറിയിരുന്നു. റൂമിൽ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കട്ടെ? അവൻ മെല്ലെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് ആദിയുടെ വലത്തെ തോളിൽ കുഞ്ഞിപ്പെണ്ണ് തല ചേർത്ത് വെച്ചു. മഹർഷി അവളെയും കൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. അമ്മയുടെ റൂമിന് വാതിൽക്കൽ ദേവി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ കാലുകൾ അവളുടെ അടുത്തേക്ക് നീങ്ങി. അതെ, മോൾ ഉണർന്നു. എന്തോ ആലോചിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്നവളെ അവനൊന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ശ്രദ്ധ ആകർഷിച്ചു. സോറി സാർ, ഞാൻ കണ്ടില്ലായിരുന്നു. തൊട്ടരികിലായി മഹർഷിയെ പെട്ടെന്ന് കണ്ടതും ദേവികയൊന്ന് പതറിയിരുന്നു. കുഞ്ഞിനെ പിടിച്ചോ. തത്തയെ ദേവിയുടെ കയ്യിലേക്ക് അവൻ ശ്രദ്ധയോടെ കൊടുത്തു. ശേഷം സ്വന്തം മുറിയിലേക്ക് പോകുവാനായി തിരിഞ്ഞപ്പോഴാണ് അമ്മയുടെ മുറിയിൽ നിൽക്കുന്ന അനാമികയെ അവൻ കണ്ടത്. എടീ! പരിസരം മറന്ന് മഹർഷി അങ്ങോട്ടേക്ക് അലറിക്കൊണ്ട് കുതിച്ചു. അനാമിക അവൻ്റെ വരവ് കണ്ട് ഞെട്ടി വിഷത്തിൻ്റെ പിന്നിലേക്ക് ഓടിപ്പോയി ഒളിച്ചു. കട്ടിലിൽ വയ്യാതെ കിടന്ന രാധ പോലും മകൻ്റെ ഭാവമാറ്റം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയിരുന്നു. അതേസമയം ദേവികയുടെ തോളിൽ കിടന്ന തത്ത ആദിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയെങ്കിലും ദേവി അവളെ ബലമായി തോളിലേക്ക് പിടിച്ചു കിടത്തി വരാന്തയിലൂടെ മുന്നോട്ടേക്ക് നടന്നിരുന്നു. മോളെ, എന്ത് ധൈര്യമുണ്ടായിട്ടാടി നീ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്? തനിക്ക് മുൻപിൽ പരിഭ്രമത്തോടുകൂടി നിൽക്കുന്ന അച്ഛനെ പോലും ശ്രദ്ധിക്കാതെ
അയാൾക്ക് പിന്നിലായി പേടിച്ചരണ്ട് നിൽക്കുന്ന അനാമികയെ അവൻ കൈയെത്തി മുന്നിലേക്ക് വലിച്ചു നിർത്തി അതീവ ശക്തിയോടെ. ആദി, നിനക്കെന്താ ഭ്രാന്താണോ? അവൾ ഇവിടെ വന്നതിന് നിനക്കെന്താ? അയാൾ അവനെ മകൻ്റെ പിടുത്തത്തിൽ നിന്നും വിടുവിക്കുവാനായി ശ്രമിച്ചു. അവളെ എങ്ങനെയെങ്കിലും ആദിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന ചിന്ത മാത്രമേ വിശ്വത്തിനപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നോ, ഇത്രയും വൃത്തികെട്ട ഒരുവളെ എങ്ങനെയാണ് ഈ മുറിയിലേക്ക് വിളിച്ചു കയറ്റാൻ അച്ഛന് തോന്നിയത്? അവന് തൻ്റെ ദേഷ്യം സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായി ആദിയുടെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി. അതെന്താ എനിക്ക് തോന്നിയാൽ? അവൾ എൻ്റെ അനിയത്തിയുടെ മകളാണ്. ആ ഒരു സ്ഥാനം ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് അവളെ ഞാൻ ഈ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയത്. എന്ത് തെറ്റാണ് നീ കാണുന്നത്? ഒരു തരത്തിൽ അവനിൽ നിന്നും പിടിവിടിച്ചുകൊണ്ട് അയാൾ അനുവിനെ വീണ്ടും തൻ്റെ പിന്നിലേക്കാക്കി മാറ്റി നിർത്തി. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. ഞാനെന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മകൻ്റെ ജീവിതം നശിപ്പിച്ചവളെ അനന്തരവളാണെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുവാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? ദേഷ്യം സഹിക്കാൻ വയ്യാതെ ആദി തൻ്റെ വലതു കൈ മുഷ്ടി ചുരുട്ടി ചുവരിലേക്ക് ആഞ്ഞിടിച്ചു. മോനെ ആദി, വേണ്ടടാ. മകൻ്റെ ചെയ്തികൾ കണ്ടു ഭയന്ന് നിസ്സഹായതയോടെ രാധ കരഞ്ഞുപോയി. നിങ്ങൾ നിങ്ങളുടെ അനന്തവരവളെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ? പിന്നീട് ഇതിനുള്ളതും കൂടി ചേർത്ത് കരയേണ്ടി വരുമെന്നുള്ള കാര്യം മറക്കരുത്. അവൻ വീണ്ടും പൊട്ടിത്തെറിച്ചു. നിന്റെ മോന് ഭ്രാന്താണ് രാധെ. അവനൊരു പാവം പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചതും പോരാ, നിന്നെ ന്യായം പറയുന്നു. അവസാനമായിട്ട് നിന്നോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇവൾ എൻ്റെ പെങ്ങളുടെ മോളാ, അതായത് എൻ്റെ ചോര. അവൾ എന്നെ കാണാൻ വരും, ചിലപ്പോൾ എൻ്റെ വീട്ടിലും വന്നേക്കും. കാവുമ്പാട്ട് താമസിച്ചെന്നും ഇരിക്കും. അതിനെതിര് പറയുവാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? അത്രയും പറഞ്ഞിട്ട് വിശ്വം അനാമികയുടെ കൈയും പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആദിക്ക് വീണ്ടും താൻ ഒറ്റപ്പെടുന്നു എന്നതുപോലെ തോന്നി. 3 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് പോലെ. അനാമികയുടെ തെറ്റ് താൻ എല്ലാവരുടെയും മുൻപിൽ നിരത്തിയപ്പോൾ അന്നും തൻ്റെ അച്ഛൻ തന്നെ അവഗണിക്കുകയും തള്ളിപ്പറയുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്നും ഇതുപോലെ അനാമികയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. സ്വന്തം മകനോടുണ്ടാവേണ്ട സ്നേഹവും വിശ്വാസവും അനന്തരവളോട് കാട്ടുന്നു. ആദിക്ക് ഒരുപോലെ ദേഷ്യവും സങ്കടവും വന്നുപോയി. അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൻ അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് നിന്നു. അവന് വാശി തോന്നി, വല്ലാത്ത വാശി. കാവുമ്പാട്ടെ വിശ്വംഭരനോട് അവൻ അടങ്ങാത്ത പക തോന്നി. മോനെ ആദി. ഹൃദയം തകർന്നു നിൽക്കുന്ന തൻ്റെ മകനെ നോക്കി രാധ ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു. പക്ഷേ അവരെ ഒന്ന് നോക്കിയിട്ട് അവൻ കാറ്റിൻ്റെ വേഗതയിൽ പുറത്തേക്ക് പായുകയാണ് ചെയ്തത്. ദേഷ്യവും സങ്കടവും പകയും വാശിയും എല്ലാം കൂടി കുഴഞ്ഞൊരു വികാരമായിരുന്നു അവനിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. മർഷി എന്തിനാ ദേഷ്യപ്പെട്ടേ? അത്രയും നേരം തോളിൽ ചാരി കിടന്നവൾ പൊടുന്നനെ മുഖമുയർത്തി ദേവികയെ നോക്കി നെറ്റി ചുളിച്ചു. ദേഷ്യപ്പെട്ടോ? ഞാൻ കണ്ടില്ലല്ലോ. തത്തയെ കൂടുതൽ പേടിപ്പിക്കേണ്ടല്ലോ എന്നോർത്ത് ദേവി പെട്ടെന്നൊരു കള്ളം പറഞ്ഞു. മുറിയിലേക്ക് ഒരു പെണ്ണ് കയറിപ്പോയതും അകത്ത് വിശ്വം സാറിനോടൊക്കെ സംസാരിക്കുന്നതുമൊക്കെ താനും കണ്ടിരുന്നു. വന്നത് സാറിൻ്റെ പരിചയക്കാരോ കുടുംബക്കാരോ ആരെങ്കിലും ആകുമെന്നോർത്ത് തന്നെ താൻ അവർക്ക് അധികം ചെവി കൊടുത്തതുമില്ല. പിന്നീടാണ് മഹർഷി വന്നതും കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് തന്നതും മുറിയിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയതും ഒക്കെ. ആരായിരിക്കും ആ പെണ്ണ്? എന്തിനായിരിക്കും അവളോട് ഇത്രയും ദേഷ്യം കാട്ടിയത്? അത്രയും നേരം ശാന്തതയോടെ തൻ്റെ അരികിൽ നിന്നവൻ ആ ഒരു നിമിഷം കൊണ്ട് താണ്ഡവമാടാൻ തുടങ്ങിയത്. അമ്മേ, എനിക്ക് പല്ല് തേക്കണം. തത്തയുടെ ചോദ്യമാണ് ദേവിയെ ചിന്തകളിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇത്തിരി കഴിഞ്ഞു പോയാൽ പോരെ? മുറിയിലെ ബഹളങ്ങൾ അവസാനിച്ചോ എന്നറിയാത്തത് കൊണ്ട് തന്നെ അവളൊന്ന് പരുങ്ങിക്കളിച്ചു. പോണം അമ്മേ, എനിക്ക് ശുശു വരുന്നുണ്ട്. വയറിന് മുകളിൽ കൈപ്പത്തി വെച്ചുകൊണ്ട് മുഖം ചുളുക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ മറുത്തൊരു വാക്ക് പറയാൻ അവൾക്കും തോന്നിയില്ല. എങ്കിലും പരിഭ്രമത്തോടുകൂടി തന്നെയാണ് ദേവിക കുഞ്ഞിനെയും മുക്കത്ത് വെച്ചുകൊണ്ട് മുറിയുടെ നേർക്ക് നടന്നത്. അവിടുത്തെ ബഹളങ്ങളൊക്കെ അവസാനിച്ചുണ്ടാവുമോ? റൂമിൻ്റെ വാതിൽക്കൽ ചെല്ലുന്നിടം വരെ ആ ചിന്തയിലായിരുന്നവൾ. പക്ഷേ പേടിച്ചതുപോലെ ഒരന്തരീക്ഷം അവൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. രാധമ്മ ഒഴിച്ച് മറ്റാരും അവിടെ ഇല്ലായിരുന്നു താനും. അമ്മേ, ബ്രഷ് എടുത്തു തരണേ. പെട്ടെന്ന് ഉടുപ്പും പൊക്കി പിടിച്ചുകൊണ്ട് തുറന്നിട്ട ബാത്റൂമിലേക്ക് കുഞ്ഞി പെണ്ണ് ഓടിക്കയറി. ആ തരാം. കുഞ്ഞിനോടായി അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിലും സാരിത്തുമ്മുകൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ടിരിക്കുന്ന രാധയുടെ നീർക്കായിരുന്നു അവളുടെ മിഴികൾ പാഞ്ഞത്. എന്താ രാധമ്മേ?
എന്തിനാ കരയുന്നേ? അവൾ ഓടി അവരുടെ അരികിലേക്ക് ചെന്ന് നിന്നു. ഒന്നുമില്ല ദേവി. അവർ മുഖം കൈവെള്ളം കൊണ്ട് അമർത്തി തുടച്ചു. വയ്യാഴിക വല്ലതും ഉണ്ടോ? ഡോക്ടറിനെ വിളിക്കണോ? അവൾക്കതായിരുന്നു ആശങ്ക. വേണ്ടാ ദേവി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ മോളുടെ അരികിലേക്ക് പൊക്കോ. രാധ തൻ്റെ കുടുംബകാര്യങ്ങൾ എന്തുകൊണ്ടോ അവളോട് തുറന്നു പറയാൻ താല്പര്യപ്പെട്ടില്ല. അവൾ ബാഗിൽ നിന്ന് ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറി. ബ്രഷ് കഴുകി അതിലേക്ക് പേസ്റ്റും വെച്ച് കുഞ്ഞിപ്പെണ്ണിയുടെ കയ്യിലേക്ക് കൊടുത്തവൾ ബാത്റൂമിലെ സിങ്കിൻ്റെ മുൻപിലുള്ള കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് തത്തപ്പെണ്ണ് പല്ലുരച്ച് വൃത്തിയാക്കുവാനായി തുടങ്ങി. തത്തയെ പല്ല് തേപ്പിക്കുവാൻ എന്നും സഹായിക്കുന്നവൾ അന്ന് വെറുതെ നോക്കി നിന്നത് മാത്രമേ ഉള്ളൂ. ദേവികയുടെ മനസ്സിൽ അപ്പോഴും രാധയുടെ നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു. മുറിയിൽ എന്തോ നടന്നിട്ടുണ്ട്. അതാവണം രാധമ്മയുടെ കരച്ചിലിന് പിന്നിലുള്ള കാരണം. അവൾ ചിന്തിച്ചു. ഇനിയും ചോദിക്കേണ്ട, അതവരുടെ കുടുംബകാര്യങ്ങളല്ലേ. നിർബന്ധിച്ചാൽ ചിലപ്പോൾ അതൊരു മുഷിച്ചിലുണ്ടാക്കും. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് വേറെ ഉടുപ്പും ഇടുവിച്ച് മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദേവിക അത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. മുത്തശ്ശ. കുഞ്ഞിനെ ഒരുക്കി കസേരയിലേക്ക് ഇരുത്തിയപ്പോഴാണ് വിഷം മുറിയുടെ അകത്തേക്ക് കയറി വന്നത്. കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും തത്ത അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നു. കുളിച്ച് സുന്ദരി കുട്ടിയായല്ലോ. അയാൾ അവളെ എടുത്ത് ഒക്കത്തേക്ക് വെച്ചുകൊണ്ട് പുന്നാരിച്ചു. ആ പ്രശംസ ഇഷ്ടപ്പെട്ട രീതിയിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. മോൾക്ക് വിശക്കുന്നില്ലേ? കവർ പതിയെ മേശമേലായിട്ട് വെച്ചതിന് ശേഷം അയാൾ തിരക്കി. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതിനാലാവാം. തത്ത തലയാട്ടി കാട്ടി. മോളെ, ഈ കവറിൽ നിങ്ങൾക്ക് 3 പേർക്കുള്ള ദോശയുണ്ട്. എടുത്ത് കഴിച്ചോളൂ. ഞാൻ ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചിട്ടാ വന്നേ. ദേവികയോടായിട്ട് അതും പറഞ്ഞുകൊണ്ട് വിഷം കുഞ്ഞിനെ എടുത്ത് കസേരയിലേക്കായി ഇരുത്തി. ശരി സാർ. അവൾ 2 പ്ലേറ്റുകൾ എടുത്തു. അതിലേക്ക് ആദ്യം ദോശ എടുത്തു വെച്ചു. അതിൻ്റെ ഒരു വശത്തേക്ക് ചെറിയ ബോക്സിലുള്ള ചട്നി കുറച്ച് ഒഴിച്ചു. ഒരു പാത്രം തത്തയുടെ കയ്യിലേക്ക് പിടിപ്പിച്ചു കൊടുത്തു. ഒരെണ്ണം രാധയുടെ കയ്യിൽ. ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും ദേവികയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ ദോശ ഒരു വിധത്തിൽ മുഴുവനും കഴിച്ചു. അപ്പോഴേക്കും ഏതോ ഒരു കോൾ വന്നതുകൊണ്ട് വിഷം മുറിയുടെ പുറത്തേക്ക് നടന്നു പോയിരുന്നു. മോളെ, ആദിക്കുള്ളതുണ്ടോ? വിഷം പോയെന്നുറപ്പിച്ചതിന് ശേഷം രാധ മെല്ലെ അവളോട് ചോദിച്ചു. ഉണ്ടമ്മേ. 3 പേർക്കെന്ന് പറഞ്ഞുവെങ്കിലും 5 പേർക്ക് കഴിക്കാനുള്ള പ്രാതൽ അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അവനൊന്ന് ചെന്ന് കൊണ്ടു കൊടുക്കുമോ? ആദിയുടെ മുറിയിലേക്ക് ചെല്ലുവാൻ ഒരു മടിയുണ്ടായിരുന്നുവെങ്കിലും രാധമ്മയുടെ ദയനീയമോകയ മുഖം കണ്ടതും അവൾക്ക് പറ്റില്ലെന്ന് പറയുവാൻ കഴിഞ്ഞില്ല. കൊടുത്തോളാം അമ്മേ. ഒരു പാത്രത്തിൽ 3-4 ദോശയും ഒരു കുഞ്ഞു പ്ലാസ്റ്റിക് ബോക്സിലുള്ള ചട്നിയും എടുത്തുകൊണ്ട് അവൾ പതിയെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് നടന്നു. അവിടെ തകർന്നിരിക്കുന്ന ഒരുവൻ്റെ മനസ്സറിയാതെ. എന്തായാലും കൊള്ളാം അനു. നിന്റെ മാമൻ നിനക്കിപ്പോഴും സപ്പോർട്ടുണ്ടല്ലോ. ജീന അടുത്തിരിക്കുന്നവളുടെ കൈകൾ കവർന്നുകൊണ്ട് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഈ അടുപ്പം ഇനി വീട്ടുകാരോടും നീ കാണിക്കണം. നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരേ ഒരു പാലമാണിത്. ജീന തൻ്റെ മനസ്സിലുള്ള തന്ത്രങ്ങൾ പതിയെ പറയുവാനായി തുടങ്ങി. എന്ത് വേണമെന്നാണ് ജീന നീ ഈ പറയുന്നത്? അനു ഒന്നും കൂടി അവളിലേക്ക് ചേർന്നിരുന്നു. എടി പൊട്ടിക്കാളി, എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ സ്വന്തം അമ്മാവനാണ്. ഇപ്പോഴും നിന്നെ പൂർണ്ണ വിശ്വാസമുള്ള നിന്റെ മാമൻ. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇടയ്ക്കൊക്കെ കാവുമ്പാട്ട വീട്ടിലേക്ക് പോകുന്നതല്ലേ? അവരോടൊപ്പം ഇനി നീയും കൂടി പോകണം. കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് ജീന പറഞ്ഞത് അനു പരിഭ്രാന്തിയോടെ അവളിൽ നിന്നും വിട്ടകന്നിരുന്നു. ഞാനോ? കാവുമ്പാട്ടേക്ക് പോകാനോ? അവളിൽ അപ്പോഴും പേടിയും വെപ്രാളവും ഒക്കെ മുള പൊട്ടിയിരുന്നു. ഇത്തിരി മുമ്പ് കൂടി താൻ കണ്ടതാണ് ആദിയുടെ കണ്ണുകളിൽ തന്നോടുള്ള ദേഷ്യത്തിൻ്റെ തീവ്രത. ഒരു പക്ഷേ ആ സമയത്ത് വിഷനങ്ങളില്ലായിരുന്നെങ്കിൽ തൻ്റെ ശവം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നേനെ. എടി, ജീന തോളിൽ ഒന്ന് തട്ടുകൊടുത്തപ്പോഴാണ് അവൾ ആ ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ. പറ്റില്ല ജീനെ, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. ആ വീട്ടിൽ നിന്നും അന്ന് ഞാൻ പടിയിറങ്ങിയിട്ട് 3 വർഷങ്ങളായി. ഇനി ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലടി. അവൾ നിസ്സഹായതയോടെ പറഞ്ഞു നിർത്തി. ജീനയ്ക്കത് കേട്ടതും ദേഷ്യം വന്നുവെങ്കിലും അവളത് കടിച്ചു പിടിച്ചിരുന്നു.
നീ പോകാതിരുന്നാൽ എങ്ങനെയാ നമുക്ക് ജീവിക്കണ്ടേ പെണ്ണെ? എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമായി. ഇനി ഒരിക്കലും ഒരു കാര്യവും നിന്നോട് ഞാൻ ചോദിക്കില്ല. ഇത് മാത്രം നീ പറ്റില്ലെന്ന് പറയരുത്. ജീന അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കെഞ്ചി. എന്നാലും അനുവിൻ്റെ കണ്ണുകളിൽ അപ്പോഴും പേടിയായിരുന്നു. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട അനു. നിന്നെ ഞാനത് നിർബന്ധിക്കരുതല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുവാൻ ഞാൻ നിന്റെ ആരാ? അതുകൊണ്ട് ഇനി ഇക്കാര്യം നീ വിട്ടേക്ക്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാവശ്യം വരുമ്പോൾ ഒരാളും നമ്മളുടെ കൂടെ കാണില്ലെന്ന്. സാരമില്ല, പോട്ടെ. എൻ്റെ കമ്പനി തകർന്നോട്ടെ, തകർന്നടിഞ്ഞോട്ടെ. പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഈ ജീനയെ അങ്ങ് പോകും. യാതൊരു ടെൻഷനുകളും ഇല്ലാത്ത ലോകത്തിലേക്ക്. ഇടത്തെ കൈത്തണ്ടയിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് ജീന പുലമ്പി. ജീനെ! ചങ്ക് പൊട്ടിയുള്ള ഒരു നിലവിളിയായിരുന്നു അനാമികയിൽ നിന്നുമുള്ള മറുപടി. മേ, ഞാനിവിടെ വരട്ടെ? ദേവിക ആദിക്കുള്ള പ്രാതലുമായിട്ട് പോകാൻ തുനിഞ്ഞപ്പോഴാണ് തത്ത പെട്ടെന്ന് അവളുടെ പിന്നാലെ ചെന്നത്. മോള് കൈ കഴുകിയില്ലല്ലോ? കഴിച്ചിട്ട് കൈ കഴുകാതെ നിൽക്കുന്ന പെണ്ണിനെ നോക്കി ദേവിക പറഞ്ഞു. അമ്മ പോലേ, ഞാനിപ്പോൾ വേഗം കൈ കഴുകിയിട്ട് വരാം. കുഞ്ഞിപ്പെണ്ണ് ബാത്റൂമിലേക്ക് ഓടിക്കയറി കൈ കഴുകിയിട്ട് ധൃതിയിൽ അവളുടെ അമ്മയ്ക്കരിയിലേക്ക് ചെന്ന് നിന്നു. പോവാം. കുഞ്ഞെന്ന് ചിരിച്ചതും കട്ടിലിൽ കിടക്കുന്ന രാധയെ നോക്കി കണ്ണുകൊണ്ട് പോകുക എന്ന ആംഗ്യം കാട്ടിയിട്ട് അവൾ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കാലുകൾ നീക്കി. അവൾ ഒരുത്തി കാരണം എനിക്കെൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. സന്തോഷങ്ങളില്ലാതെയായി, സ്വപ്നങ്ങൾ തകർന്നു, നാട്ടുകാരുടെ മുൻപിൽ നാണം കെട്ടു. എന്നിട്ട് അവൾ എൻ്റെ അച്ഛനെ കള്ളം പറഞ്ഞു കൊടുത്ത് വശത്താക്കി വച്ചിരിക്കുന്നു. രാക്ഷസി! ആദിക്കപ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ ചോര തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനമായി അവൻ കൈമുഷ്ടി ചുരുട്ടി പല പ്രാവശ്യം ചുവരിനിട്ടിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കൈവെള്ളിയുടെ ഒരു ഭാഗം ചതഞ്ഞതോ അത് പൊട്ടി ചോര പുറത്തേക്ക് തെറിച്ചതോ ഒന്നും ആദ്യം അറിഞ്ഞില്ല. അനാമികയെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയുവാനുള്ള പക മാത്രമേ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളപ്പോൾ. അവൻ ആശുപത്രി മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴറി നടന്നു, ഭ്രാന്ത് പിടിച്ച ഒരുവനെ പോലെ. കയ്പ് നിറഞ്ഞ ഭൂതകാലത്തിലെ ദിവസങ്ങൾ ഓരോന്നും ഓർമ്മ വന്നതും അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ തലയൊന്ന് കുടഞ്ഞു വിട്ടു. ഇല്ല, ആദി തോൽക്കില്ല. ഒരിക്കലും മുൻപിൽ ഇനി ആദി തോൽക്കില്ല. അവളുടെ അസ്തിത്വം കാരണം താനാണ് എല്ലാവരുടെയും മുൻപിൽ കുറ്റക്കാരനായത്. താനാണ് എല്ലാവരും ഉണ്ടായിട്ട് അനാഥനായത്. തനിക്ക് മാത്രമാണ് നഷ്ടങ്ങളുണ്ടായത്. എല്ലാം അവൾ കാരണം. അനാമിക! വെറുപ്പോടെ ആ പേര് മനസ്സിൽ പിറുപിറുത്തു കൊണ്ടവൻ അണപ്പല്ലി ഞെരിച്ചു. എല്ലാ കഥകളുടെയും ഒടുക്കം തനിക്കൊരു പേര് കിട്ടി. അത് ഓർമ്മയിൽ വന്നതും അവൻ്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പുറത്തേക്ക് തെറിച്ചിരുന്നു. പിന്നുപിടിയൻ, അതും സ്വന്തം ഭാര്യയെ കയറി പിടിച്ചവൻ. അതുമാത്രമാണോ? അല്ല, ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയെ മർദ്ദിച്ചവൻ. ഏറ്റവും കൂടുതൽ അന്ന് എന്നെ കുറ്റപ്പെടുത്തിയത് സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് പോലും അമ്മ ഒഴിച്ച് വീട്ടിൽ ആരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല. കുഞ്ഞുനാളിലെ തൊട്ടേ തനിക്ക് ഇത്തിരി വികൃതി കൂടുതലായിരുന്നു. അതോടൊപ്പം തന്നെ ദേഷ്യവും. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ നോട്ടപ്പുള്ളി തന്നെയായിരുന്നു എന്നത് മറ്റൊരു സത്യം. പക്ഷേ അഭിയേട്ടൻ വളരെ ശാന്തനായിരുന്നു. അച്ഛൻ്റെ ഒരേ ഒരു അനിയത്തിയായ ദമയന്തി അപ്പച്ചിയെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം അവരുടെ പെൺമക്കളായ അനാമികയോടും ശ്വേതയോടും അവർ ജനിച്ചപ്പോൾ തൊട്ടേ അച്ഛൻ കാട്ടുമായിരുന്നു. ഒരുപക്ഷെ പെൺകുട്ടികളോട് അളവിൽ കവിഞ്ഞ വാത്സല്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാവാം അപ്പച്ചിയുടെ മക്കളെ അച്ഛൻ സ്വന്തം പോലെ കണ്ടത്. മാമന് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടോ അതോ അപ്പച്ചിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടോ അനാമികയെയും ശ്വേതയെയും പഠിപ്പിക്കുവാൻ അച്ഛൻ തന്നെയാണ് പണം മുടക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അനാമികയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ സമയത്താണ് അവളെ എനിക്ക് വേണ്ടി അച്ഛൻ കല്യാണം ആലോചിച്ചു കൊണ്ടുള്ള പ്രപ്പോസൽ വന്നത്. പൊതുവെ അവളെ അങ്ങനെ എനിക്ക് കാണാൻ പറ്റാഞ്ഞിട്ട് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛനും അപ്പച്ചിയും അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറപ്പിച്ചു നിന്നു. പിന്നീട് കുറ്റപ്പെടുത്തലുകൾ, കരച്ചിലുകൾ, ഭീഷണിപ്പെടുത്തലുകൾ, നാടകങ്ങൾ, അപ്പച്ചിയുടെ ആത്മഹത്യാശ്രമം, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. അച്ഛന് അപ്പച്ചിയോടും കുടുംബത്തോടുമുള്ള അകമഴിഞ്ഞ സ്നേഹമായിരുന്നു ഈ കല്യാണത്തിന് പിന്നിലുള്ള കാരണമെങ്കിൽ അപ്പച്ചിക്ക് അനാമികയുടെ ജീവിതം നന്നാക്കാനുള്ള പെടാപ്പാടായിരുന്നു അന്ന്. ഒടുവിൽ തന്നെ അമ്മയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോഴാണ് താനും അടിതെറ്റി വീണുപോയത്. അമ്മയ്ക്ക് വേണ്ടി മാത്രം കല്യാണത്തിന് സമ്മതം മൂളി. കല്യാണം കഴിയുമ്പോൾ അവളോടുള്ള സമീപനം മാറുമെന്നുള്ള ഉറപ്പ് മാത്രമായിരുന്നു
അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തന്നെ. പക്ഷേ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ അനാമിക വളരെ ദുഃഖിതയായിരുന്നു. മാമനെയും അപ്പച്ചിയെയും അനിയത്തിയെയും ഒക്കെ വിട്ടു പോന്നതിലുള്ള സങ്കടമാവാം എന്നാണ് കാവുമ്പാട്ടുള്ളവരെല്ലാം വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ആദ്യ രാത്രി തന്നെ തന്നോടുള്ള വിചിത്രമായ അവളുടെ സമീപനമാണ് അവളെ സംശയിക്കാൻ പോലും തോന്നിപ്പോയത്. അന്ന് തൻ്റെ കട്ടിലിൽ കിടക്കാതെ തറയിൽ പായ വരിച്ചു കിടന്നവൾ താൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് പോലും അനാമികയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അവളെ താൻ ഉപദ്രവിക്കും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം എന്നോർത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടും അവൾ തന്നെ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നത് മറ്റൊരു സത്യം. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവൾ മാറും എന്ന് വിചാരിച്ച താൻ വിഡ്ഢിയായി. മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും തന്നെ അവൾ ഒഴിവാക്കി വിടുന്നത് പതിവായി. രാത്രിയിൽ ഒരേ മുറിയിൽ കിടക്കുന്നതൊഴിച്ചാൽ അവൾക്കും എനിക്കും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വീട്ടിലെല്ലാവരുടെയും ചെല്ലക്കുട്ടിയായിരുന്നവൾ തന്നെ മാത്രം അകർത്തി നിർത്തി. എന്തിനു വേണ്ടി? മർഷി പൊടുന്നനെ ഒരു കിളിക്കൊഞ്ചൽ ആദി പിന്നിൽ നിന്നും കേട്ടു. ഉള്ളിൽ നുരഞ്ഞു പതയുന്ന പകയെയും ദേഷ്യത്തെയും അപ്പാടെ തണുപ്പിച്ചുകൊണ്ട് ആ സ്വരം അവൻ്റെ ഹൃദയത്തെ അതിവേഗം കീഴടക്കി. ഉച്ചത്തിൽ മിടിക്കുന്ന നെഞ്ചകം അതിൻ്റെ വേഗത പെട്ടെന്ന് കുറച്ചു. അത്രയും നേരം വേട്ടയാടിയ ഭൂതകാലം അവനിൽ നിന്നും വളരെ ദൂരത്തേക്ക് പോയി ഒളിച്ചു. മർഷി! വീണ്ടും ആ കൊഞ്ചലോടെയുള്ള വിളി കാതിൽ പതിഞ്ഞതും അവന് പിന്നെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അത്രയും നേരം ചുവരിലേക്ക് നോക്കി നിന്നവൻ പെട്ടെന്ന് കൈവെള്ള കൊണ്ട് മുഖം അമർത്തി തുടച്ചു. പിന്നീട് മുഖത്തൊരു പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ ഉറവിടത്തിന് നേർക്ക് തിരിഞ്ഞു നിന്നു. അവൻ നോക്കിയപ്പോൾ കണ്ടു ഒരു പ്ലേറ്റും താലം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയെ. മർഷിക്ക് ദോശ കൊണ്ടുവന്നിട്ടുണ്ടേ. പെണ്ണ് കൊഞ്ചലോടെ നിന്ന് തലയാട്ടി ചിരിച്ചു. അതെയോ? കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിരിയിൽ മയങ്ങിപ്പോയവൻ പൊടുന്നനെ അവൾക്കരികിലേക്ക് മെല്ലെ നടന്നു ചെന്നു. ഇന്നാ കഴിച്ചോ? അവൾ ആ പാത്രം ആദിക്ക് നേരെ നീട്ടി. മോള് കഴിച്ചോ? കുനിഞ്ഞു നിന്നുകൊണ്ട് ചൂണ്ടുവിരലിനാൽ പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിലൊന്ന് പതിയെ തൊട്ടവൻ. എന്നിട്ട് ആ പാത്രം കയ്യിലേക്ക് വാങ്ങി. അയ്യോ, ഇതെന്നാ പറ്റിയേ? അമ്മ നോക്കിയേ, മർഷിയുടെ കയ്യിൽ ചോര. കുഞ്ഞ് പേടിച്ച് തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആദിയുടെ കണ്ണുകളും അവൾ നോക്കുന്നിടത്തേക്ക് നീങ്ങിയത്. വാതിൽക്കൽ നിൽക്കുന്ന ദേവികയെ അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് തന്നെ. എന്താ, എന്തു പറ്റിയതാ? മുറിക്കുള്ളിലേക്ക് കയറി നിന്നുകൊണ്ട് ദേവിക ചോദിച്ചു. ഒന്ന് മുറിഞ്ഞതാ. വളരെ ശാന്തമായിട്ട് തന്നെ അവൻ മറുപടി നൽകി. ചതഞ്ഞ് നീലിച്ചു കിടക്കുന്ന കൈപ്പത്തിയും അവിടെ തൊലി പൊട്ടി പുറത്തേക്കൊഴുകുന്ന ചോരയും കൂടി കണ്ടതും അവൻ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് ദേവിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. മുറിയുടെ വെള്ളച്ചുമരിൽ രക്തക്കറ കൂടി കണ്ടതും ദേവിക ഒന്ന് ഭയന്നുപോയി. സ്വയം വേദനിപ്പിച്ചതായിരിക്കാം. അവസാനം അവളൊരു ഊഹത്തിലെത്തി. കുറച്ചു മുമ്പ് വന്ന പെൺകുട്ടിയും ആദിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. പക്ഷേ അവനോടത് ചോദിക്കുവാൻ അവൾക്ക് എന്തുകൊണ്ട് തോന്നിയിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നല്ലോ. എങ്കിലും അവൻ്റെ കയ്യിലെ ആ മുറിവ് അവളെ വല്ലാതെ അസ്വസ്ഥതയാക്കി. മർഷി, വേനിക്കുന്നുണ്ടോ? കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്കും അവൻ്റെ കൈ പിടിച്ച് ഊതി കൊടുക്കാൻ തുടങ്ങിയിരുന്നു. ഇല്ലട പാവേ, വേദനയൊന്നുമില്ല. അവൻ ആ കുഞ്ഞിനെ നോക്കി കണ്ണ് ചിമ്മിക്കാട്ടി. കഴിക്കുമ്പോൾ കൈ നീറില്ലേ? പെണ്ണിൻ്റെ കണ്ണുകളിൽ സങ്കടം ഓളം തട്ടി. അതിനല്ലേ കുഞ്ഞാവേ ഈ സ്പൂണ്? അവൻ പ്ലേറ്റിനുള്ളിലിരിക്കുന്ന സ്പൂൺ എടുത്ത് കാട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് കുഞ്ഞുപെണ്ണ് നേരെ ബെഡിലേക്ക് കയറിയിരുന്നു. മർഷി കഴിച്ചേ. കട്ടിലിൽ ഇരുന്നു കൊണ്ട് പെണ്ണ് ഓർഡർ ഇട്ടു. ഞാനിപ്പോൾ വരാം. അവരുടെ സംസാരങ്ങളെല്ലാം കേട്ടു നിന്നവൾ പെട്ടെന്ന് ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ തത്തമ്മ വയറുനിറയെ കഴിച്ചോ? പെണ്ണിൻ്റെ ഉണ്ണിക്കുമ്പ ഇടത്തെ കൈകൊണ്ടൊന്ന് കിക്കിളിയിട്ടിട്ട് അവൻ ചോദിച്ചു. കഴിച്ചല്ലോ, നിറയെ കഴിച്ചു. മുത്തശ്ശനാ ദോശ വാങ്ങിക്കൊണ്ട് വന്നേ. അത് കേട്ടതും പൊടുന്നനെ ആദി കയ്യിലിരുന്ന പാത്രം മേശപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിരുന്നു. വിശക്കുന്നില്ലേ? ഇച്ചിരി കഴിഞ്ഞു കടിക്കാടി. ഉള്ളിൽ നിറയെ ദേഷ്യം തോന്നുന്നുവെങ്കിലും കുഞ്ഞിൻ്റെ മുൻപിൽ അവൻ ശാന്തനായി അഭിനയിച്ചു. തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നവൻ്റെ വലങ്കയിൽ പിടിച്ചു പിന്നെയും അവൾ ഊതിക്കൊടുത്തുകൊണ്ടിരുന്നു. മഹർഷി അവളെ വാത്സല്യത്തോടെ കണ്ണ് നിറച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ സിസ്റ്റേഴ്സ് തന്നുവിട്ടതാ.
വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്ന ദേവികയുടെ കയ്യിൽ മുറിവിൻ്റെ ഒരു ക്രീമും കോട്ടണും പിന്നെ കുറച്ച് ഗോസും ഉണ്ടായിരുന്നു. അവനത് കണ്ടത് അതിശയം തോന്നിപ്പോയി. ഇവളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയത് ഇതിനു വേണ്ടിയാണോ? അവളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ കയ്യിലേക്ക് വാങ്ങുമ്പോൾ ദേവികയെ നോക്കി ചിരിക്കാൻ ആദ്യം മറന്നില്ല. മർഷി, മരുന്ന് വെക്ക്. മുറിവ് കെട്ടാതെ മരുന്ന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും തത്ത വാശി പിടിച്ചു. വിക്കുവാ എൻ്റെ പൊന്നോ. അവൻ ഇടത്തെ കൈയിൽ കുറച്ച് പഞ്ഞിയെടുത്ത് പത്തിയിൽ ഒഴുകി പടർന്ന ചോരയെ തുടച്ചു കളഞ്ഞു. പിന്നീട് ട്യൂബിലുള്ള മരുന്ന് ഞെക്കി പുറത്തേക്കെടുത്ത് മുറിവിന് മുകളിലായി തേച്ചു പിടിപ്പിച്ചു. ഗോസ് എടുത്ത് ചുറ്റിക്കെട്ടുവാൻ നോക്കിയപ്പോഴാണ് അവന് പണി കിട്ടിയത്. ഇടത്തെ കൈകൊണ്ട് ചുറ്റുമ്പോൾ അത് മുറുകാതെ അഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നു. കുറേ ആയപ്പോൾ ആദിക്കും മടുപ്പായി. അവനത് പതിയെ താഴത്തേക്ക് വെക്കുവാനായി തുടങ്ങിയപ്പോഴാണ് ദേവിക അവൻ്റെ അരികിലേക്ക് ചെന്നത്. ഞാൻ കെട്ടിത്തരട്ടെ? അവൾ അവനോട് അനുവാദം ചോദിച്ചു. മഹർഷി അതിന് മറുപടിയായി കൊടുക്കുന്നതിന് മുൻപേ തന്നെ തത്തമ്മ ഇടയിൽ കയറി സംസാരിച്ചു കൊടുത്തിരുന്നു. കെട്ടിക്കൊടുക്കമ്മേ, മഹർഷിക്ക് പറ്റാഞ്ഞിട്ടല്ലേ? അവൾ കെഞ്ചി. കുഞ്ഞിൻ്റെ കൊഞ്ചല് കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നവൻ യാന്ത്രികമായി ദേവികയുടെ നേർക്ക് തൻ്റെ വലങ്കൈ നീട്ടിക്കൊടുത്തു. അവൾ അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു. കുനിഞ്ഞ് ബെഡിൽ കിടക്കുന്ന കോട്ടൺ എടുത്ത് അത് വിടർത്തി അതിലേക്ക് കുറച്ച് ക്രീമും കൂടെ തേച്ചു പിടിപ്പിച്ചു. ശേഷം അത് മുറിവിന് മുകളിലായി പൊത്തിവെച്ചു. ശേഷം ഗോസ് എടുത്ത് അവൻ്റെ കൈപ്പത്തിയുടെ മുകളിൽ കൂടി കെട്ടുവാനായി തുടങ്ങിയതും ദേവിയുടെ നീളമുള്ള മുടിയിഴകൾ മുന്നിലേക്ക് വന്നു അവളുടെ മുഖത്ത് വീണ അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിൽ നിന്നും ഒരു നിമിഷത്തേക്ക് കണ്ടെടുത്ത ആദി കാണുന്നത് ഒരു കയ്യകലത്തിൽ തനിക്ക് തൊട്ട് മുൻപിൽ നിൽക്കുന്ന ദേവികയുടെ മുഖമാണ്. ആദ്യമായി ആ പെണ്ണിനെ അവൻ ആകാംക്ഷയോടെ നോക്കി. കുഞ്ഞു നെറ്റി, വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടികൾ, അതിനൊത്ത നടുവിലായി തൊട്ടുവെച്ചിരിക്കുന്ന കറുത്ത കുഞ്ഞു പൊട്ട്, പീലികൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ, നീണ്ട മൂക്കിൻ തുമ്പിൽ ഒരു മിന്നി തെളിഞ്ഞു നിൽക്കുന്ന ഒറ്റക്കല്ലുള്ള ഒരു വെള്ളക്കൽ മൂക്കൂത്തി, ചെറിയ ചുവന്ന ചുണ്ടുകൾ, മേൽചുണ്ടിനു മേലെ കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളി പൊട്ടുകൾ പോലെ പിടിച്ചിരിക്കുന്ന വിയർപ്പുതുള്ളികൾ. അവനെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് കീഴ്ചുണ്ടിന് തൊട്ട് താഴെ വലത്ത് വശത്തായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാക്കപ്പുള്ളിയായിരുന്നു. അവളുടെ വെളുത്ത കുഞ്ഞു മുഖത്തെ ആ മറുക് കൂടുതൽ മനോഹരമാക്കി. കഴിഞ്ഞു, ഒന്നുകൂടെ മുറുക്കണോ? അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് ആദ്യ പെട്ടെന്ന് അവളുടെ മുഖത്തു നിന്നും പെപ്രാളത്തോടെ നോട്ടം മാറ്റിയത്. മതി, ഇത് മതി. ഇതുവരെ ഇല്ലാത്ത ഒരു പരവേശം അവനിൽ പൊടുന്നനെ വന്നു നിറഞ്ഞു. ഇതുവരെ ഒരു പെണ്ണിനോടും തോന്നാത്ത ഒരാകർഷണം ഈ പെണ്ണിനോട് തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കി നിന്നുപോയത്. അവൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ആദിക്ക് തൻ്റെ ഒരു നിമിഷത്തെ മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തെ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി. കഴിഞ്ഞു. അതും പറഞ്ഞവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴും മഹർഷി കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. വേണ്ട, തെറ്റാണ്. ഇനി ഇങ്ങനെ ഒന്നും നോക്കരുത്. ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, ഒരുപാട് അനുഭവിച്ചവളാണ്, മനസ്സിൽ നന്മയുള്ളവളാണ്. അവനപ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. എന്തിനോ വേണ്ടി. കാലിനിപ്പോൾ ചെറിയൊരു പൊട്ടലുണ്ടെന്നൊഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വീട്ടിൽ ചെന്ന് ഒരു മാസത്തെ റെസ്റ്റ് എടുത്താൽ മതിയാവും. പിന്നെ നെറ്റിയിലെ മുറിവ് അതത്ര ആഴത്തിലുള്ളതല്ലാത്തതിനാൽ വലിയ പ്രശ്നമൊന്നും വരികയില്ല. രാധയുടെ നെറ്റിയിലെ മുറിവ് ഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടർ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശരി ഡോക്ടർ. അവരും തിരിച്ചൊരു ചിരി മറുപടിയായി നൽകി. 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റർ മാറ്റിയേക്കാം. അതുവരെ കാല അനക്കാതെയൊക്കെ വെച്ചേക്കണം കേട്ടോ. തലയിലെ ചുറ്റിക്കെട്ടഴിച്ച് മാറ്റിയിട്ട് മുറിവിന് മുകളിൽ ഡോക്ടർ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുത്തു. സമ്മതത്തോടെ രാധ തലയാട്ടി. ദേവികയും ആദിയും കുഞ്ഞിപ്പെണ്ണുമൊക്കെ അയാൾ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് രാധയ്ക്ക് അരികിലായി തന്നെ നിൽപ്പുണ്ടായിരുന്നു. കൊടുക്കാനുള്ള മരുന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്തേക്കുവാ ഇപ്പോൾ തന്നെ. കയ്യിലെ ഗ്ലൗസ് ഊരി മാറ്റി ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടിട്ട് അയാൾ പ്രിസ്ക്രിപ്ഷൻ പാഡിൽ ഡിസ്ചാർജ് മെഡിസിനുകൾ എഴുതി വെച്ചു. താങ്ക് യു ഡോക്ടർ. അയാൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുവാനായി ഒരുങ്ങിയപ്പോഴേക്കും ആദി അയാളോട് നന്ദി പറഞ്ഞു. ഡോക്ടർ അവനെ നോക്കി പുഞ്ചിരിച്ചിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം. അത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇത്തിരി മുൻപ് നടന്ന തന്നിലെ മാറ്റങ്ങൾ ഓർമ്മ വന്നതും മനഃപൂർവ്വം ദേവിയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പോവാണോ മുത്തശ്ശി?
അപ്പോഴേക്കും കട്ടിലേക്ക് വലിഞ്ഞു കയറി തത്തമ്മ ഇരുന്നിരുന്നു. പോവാണല്ലോ കുഞ്ഞെ. പെണ്ണിനെ അവൻ ചേർത്ത് പിടിച്ച് അരികിലേക്കിരുത്തി. തത്തേ, മുത്തശ്ശിയുടെ കാല് നീ താക്കരുത് കേട്ടോ. രാധയുടെ അടുത്തിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ദേവി ശാസിച്ചു. അവളൊന്നും താക്കില്ല, എൻ്റെ തത്തമ്മോള് നല്ല കുട്ടിയാ. അവരപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് രക്ഷയ്ക്കായി എത്തിയിരിക്കുന്നു. ദേവിക അവരെയൊന്ന് നോക്കി ചിരിച്ചിട്ട് എല്ലാവരുടെയും സാധനങ്ങൾ ബാഗിലേക്ക് എടുത്തു വയ്ക്കുവാനായി തുടങ്ങി. അപ്പോഴാണ് രാധയുടെ ഫോണിൽ ആരുടെയോ കോൾ വരുന്നതിൻ്റെ ശബ്ദം കേട്ടത്. രാധമ്മേ, നീലുവാ, വീഡിയോ കോള്. ചാർജിങ്ങിലിട്ടിരിക്കുന്ന ഫോൺ ഊരിയെടുത്ത് അവൾ രാധയുടെ നേർക്ക് നീട്ടി. അവർ നിറഞ്ഞ സന്തോഷത്തോടെ അത് കയ്യിലേക്ക് വാങ്ങി വീഡിയോ കോൾ എടുത്തു. അമ്മേ, എങ്ങനെയുണ്ട്? ഫുഡൊക്കെ കഴിച്ചോ? വേദന കുറവുണ്ടോ? ഡിസ്ചാർജിൻ്റെ കാര്യം ഡോക്ടർ വല്ലതും പറഞ്ഞോ? ദേവിക അവിടെ ഉണ്ടല്ലോ അല്ലേ? ഒരേ വായിൽ 100 കൂട്ടം ചോദ്യം ചോദിക്കുന്നവളെ കണ്ട് രാധയ്ക്ക് ചിരി പൊട്ടിയിരുന്നു. അതെല്ലാം കേട്ടു നിന്ന ദേവികയ്ക്കും, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ ഓരോന്നോരോന്ന് ചോദിക്കണ്ട നീലിമേ. അവർ ഒരു ചിരിയോടെ മറുപടി നൽകി. എങ്കിൽ പറയേ, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് തന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ പ്ലാസ്റ്റർ എടുക്കാമെന്നാ പറയുന്നേ. ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ അമ്മേ? വീട്ടിലൊരാൾ സഹായത്തിനില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നീലിമയ്ക്ക് അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. നീ ഇപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കേണ്ട നീലിമേ, ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അവരൊന്ന് ചിരിച്ചു. ഹായ് സുന്ദരി. രാധ ഫോണിൻ്റെ ക്യാമറ ഇടത്തോട്ട് ഇത്തിരി നീക്കി കാട്ടിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന തത്തമ്മയെ നീലിമ കണ്ടത് തന്നെ. നീലു ആൻറ്റി, പെണ്ണും കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. എൻ്റെ സുന്ദരി എന്ത് ചെയ്യുവാ? മുത്തശ്ശിയുടെ അടുത്തിരിക്കുക. ഞങ്ങളിന്ന് വീട്ടിൽ പോവാണല്ലോ. അതെയോ? ആന്നേ, എനിക്കേ ഇനി ഫ്രൂട്ടിയുടെ കൂടെ കളിക്കാമല്ലോ. പെണ്ണിൻ്റെ സന്തോഷം അങ്ങ് ഹിമാലയത്തിൻ്റെ നെറുകയിലെത്തിയിരുന്നു. കളിച്ചോട്ടോ, നീലുവാൻ്റെ വേഗം വരാവേ. അവൾ കുറച്ചു നേരം കൂടി കുഞ്ഞിപ്പെണ്ണിനോട് എന്തൊക്കെയോ കൊഞ്ചി സംസാരിച്ചു. രാധ അവളോട് ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരണ്ട എന്ന് നിർബന്ധിച്ചതുകൊണ്ട് അവരോട് പരിഭവിച്ചാണ് നീലിമ കോൾ കട്ട് ചെയ്തത്. അപ്പോഴേക്ക് ബില്ലും ഡിസ്ചാർജ് സമ്മറിയുമായി ആദ്യം അങ്ങോട്ടേക്ക് കയറി ചെന്നിരുന്നു. അമ്മേ, വീൽ ചെയർ എത്തിയിട്ടുണ്ട്. വാർഡ് ബോയ് ഇപ്പോൾ വരും. അവൻ തത്തമ്മയെ കൊഞ്ചിച്ചുകൊണ്ട് രാധയോടായി പറഞ്ഞു. കൈ കുറഞ്ഞോ മോനെ? പക്ഷേ അവരാ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൻ്റെ കയ്യിലേക്കായിരുന്നു വിതുമ്പലോടെ നോട്ടം വായിച്ചത്. ദേവികെ, എടുത്തു വെക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചോ. അമ്മയുടെ സങ്കടം കാണാനാവതില്ലാത്തത് കൊണ്ടാവാം മഹർഷി ദേവികയുടെ നേർക്ക് തിരിഞ്ഞത്. കഴിഞ്ഞു. എല്ലാ ബാഗുകളും ഒരിടത്തായി എടുത്തു ഒതുക്കി വെച്ചിട്ട് ദേവിക അവിടെ കിടന്ന ഒരു മേശയിലേക്ക് വെറുതെ ചാരി നിന്നു. അപ്പോഴേക്കും വാർഡ് ബോയ് വീൽ ചെയറുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരെ കണ്ടതും ദേവിക രാധയെ താങ്ങുവാനായി ബെഡിനരികിലേക്ക് ചെന്ന് നിന്നു. പക്ഷേ അപ്പോഴേക്കും രാധയെ താങ്ങി കൈകളിലേക്ക് മഹർഷി എടുത്തിരുന്നു. ദേവിക അവരുടെ പ്ലാസ്റ്റർ ഇട്ട കാല് താങ്ങാതെ അതിനെ ഓടിച്ചെന്ന് താങ്ങി പിടിച്ചു. അവർ രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ രാധയെ വീൽ ചെയറിലേക്ക് പതിയെ കയറ്റിയിരുത്തി. പോകാം സർ. വാർഡ് ബോയി മെല്ലെ ശ്രദ്ധയോടെ ചെയർ ഉരുട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നതും മഹർഷി തത്തയുടെ കൈയും പിടിച്ചുകൊണ്ട് അവരെ അനുഗമിച്ചു. ദേവിക ഒരു വട്ടം കൂടി മുറി ആകമാനം ഒന്ന് നോക്കിയിട്ട് ബാഗുകളും എടുത്തുകൊണ്ട് പിന്നീട് മുറിയിൽ നിന്നും ഇറങ്ങി. മുറിയുടെ തൊട്ടടുത്ത് ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് നേരെ പാർക്കിങ്ങിലേക്ക് ഇറങ്ങുവാനായി കഴിഞ്ഞു. രാധയെ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയപ്പോഴേക്കും ദേവികയുടെ ബാഗുകൾ ആദ്യം അനുവാദം കൂടാതെ തന്നെ കയ്യിലേക്ക് എടുത്തിരുന്നു. പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കൂടാതെ തന്നെ. അവൻ്റെ ആ പ്രവൃത്തിയിൽ ദേവിക അമ്പരന്ന് നിന്നുപോയി. ആരെങ്കിലും ഒരാളെ വെക്കണം. എപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ എന്നെ കൊണ്ട് പറ്റുമോ? കാറിൽ നിന്ന് രാധയെ എടുത്ത് ബെഡിലേക്ക് കിടത്തുന്നതിനിടയിൽ അവർ മഹർഷിയോടായി പറഞ്ഞു. അത് ശരിയാക്കാം. ഒരു നേഴ്സിനെ ഹോം നേഴ്സിനെ വെക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ആദ്യം വളരെ അലസമായി ഉത്തരം നൽകി. അതൊന്നും വേണ്ട അമ്മേ, ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ സ്കൂളും ഇല്ല. പിന്നെ എന്തെങ്കിലും സഹായത്തിന് ഇവിടുത്തെ പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ സംസാരം പിന്നിൽ നിന്നും കേട്ട ദേവിക ബെഡിൽ കിടക്കുന്ന രാധയോടായി മെല്ലെ ചോദിച്ചു. അതൊന്നും വേണ്ട മോളെ. ഇപ്പോൾ തന്നെ നിന്നെയും മോളെയും ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചു. ഒരു മകളുണ്ടായിരുന്നെങ്കിൽ അവൾ പോലും ചെയ്തു തരാത്ത കാര്യമാണ് മോളെ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്.
ഇനിയും വേണ്ട കേട്ടോ. അത് മാത്രമല്ല, തത്തമോള് കുഞ്ഞല്ലേ, അവളെ നോക്കണ്ടേ നീ? ദേവികയെ കാവുമ്പാട്ടമ്മ ശാസിച്ചു. അത് സാരമില്ല അമ്മേ, ഞാൻ ചെയ്തു തന്നോളാംന്നേ. പെണ്ണ് കെഞ്ചി. ചെയ്തു തന്നോ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എങ്കിലും ഒരാളെ ജോലിക്ക് വെക്കാം മോളെ. പകലൊരാൾ ഉണ്ടാവുന്നോ നല്ലതല്ലേ? രാധ അടുത്തിരിക്കുന്നവളെ തഴുകിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. രാധമ്മയുടെ ഇഷ്ടം. ഇപ്പോൾ ആരുമില്ലല്ലോ, അപ്പോൾ എനിക്ക് ചെയ്യാം. ഈ തുണിയൊക്കെ മാറ്റിയിട്ട് ചൂടുവെള്ളത്തിൽ നമുക്ക് കുളിക്കാം കേട്ടോ. അവൾ അതും പറഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അത് കേട്ടുകൊണ്ടാണ് ആ മുറിയിൽ നിന്നും ആദ്യ പുറത്തേക്കിറങ്ങിയത്. മനസ്സിലൊരു തണുപ്പ് വീഴുന്നത് അവൻ അപ്പോൾ അറിഞ്ഞു. ഇതായിരുന്നൽ താൻ സ്വപ്നം കണ്ട പെൺകുട്ടി. ഇങ്ങനെയുള്ള ഒരുവളെ അല്ലായിരുന്നോ എനിക്കും വേണ്ടത്? എന്നെ എൻ്റെ വീട്ടുകാരെയും സ്വന്തം പോലെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരുവളെയല്ലേ താനും കല്യാണത്തിനു മുമ്പ് ആഗ്രഹിച്ചു പോയത്? അവൻ്റെ മനസ്സിൽ ചെറിയൊരു നിരാശ പടർന്നിരുന്നു. അതേസമയം ദേവിക ബാത്റൂമിൽ നിന്നും ചൂടുവെള്ളം ഒരു ബേസിനിലേക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നു. മുറി അടച്ചു പൂട്ടിയിട്ട് അവരുടെ തുണികൾ മാറ്റിക്കൊടുത്തവൾ എന്നിട്ട് വളരെ ശ്രദ്ധയോടെ കരുതലോടെ രാധയുടെ ശരീരം മുഴുവനും വളരെ വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തു. പിന്നീട് ഒരു നൈറ്റി എടുത്ത് അവരെ വളരെ കഷ്ടപ്പെട്ടിടിപ്പിച്ചു. ജാനിയമ്മയുടെ സഹായത്തോടെ ബെഡിലെ വിരി മാറ്റി പുതിയതൊന്ന് വിരിച്ചു. ഇത്തിരി നേരം കിടന്നുറങ്ങിക്കോ, ഞാൻ ഇത്തിരി കഴിയുമ്പോഴേക്കും ചായ എടുത്തോണ്ട് വരാം കേട്ടോ. അവളൊന്ന് ചിരിച്ചിട്ട് തിരിയാനായി തുനിഞ്ഞതും രാധ അവളുടെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ മോളെ പോലെയാ കേട്ടോ. എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞവളുടെ മുഖം ആ ഒരൊറ്റ വാക്കിൽ സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. തലയാട്ടിക്കൊണ്ട് സ്വന്തം ബാഗുമായി ആ മുറിയുടെ പുറത്തേക്ക് നടക്കുമ്പോൾ അവളിൽ ആനന്ദമായിരുന്നെങ്കിൽ കാവുമ്പാട്ടെ അമ്മയുടെ മനസ്സിൽ ആ നന്മയുള്ള പെണ്ണിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. തത്തേ തത്തേ. വീടിൻ്റെ താഴത്തെ നില മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് ദേവി തറവാടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയിൽ അവൾക്ക് തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല. പൈപ്പ് വെള്ളം ചീറ്റിക്കുന്ന തത്ത അത് കറക്റ്റായിട്ട് ആദിയുടെ ദേഹത്തേക്ക് വീഴുന്നുമുണ്ട്. ഇടയ്ക്ക് അവരുടെ വാലായി നിൽക്കുന്ന ഫ്രൂട്ടിയും നനഞ്ഞാണ് നിൽപ്പ്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് തൻ്റെ തലയിലേക്ക് സ്വന്തമായി പൈപ്പ് പിടിച്ച് ചീറ്റിച്ചൊഴിക്കുന്നുണ്ട്. 3 പേരും നനഞ്ഞ കോഴികളെ പോലെ മുറ്റത്തൂടെ ഓടുന്നു, ചാടുന്നു, ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉരുളുന്നു. മഹർഷി കൊല്ലുമെന്ന് ഭയന്ന് നടന്നവളിൽ നിന്നും ഇപ്പോഴുള്ള ഈ മാറ്റം ദേവികയെ ഇത്തിരി അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. തത്തേ, മോളെ കുളിക്കാൻ വായോ. ഒന്നാമതെ രാധയെ കുളിപ്പിച്ചതുകൊണ്ട് അവൾ ആകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ തനിക്കും കൂടി കുളിക്കാവല്ലോ എന്ന ചിന്തയിലായിരുന്നു അപ്പോൾ ദേവിക. അമ്മ ഇത്തിരി നേരം കൂടി. അവളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ കുഞ്ഞിപ്പെണ്ണ് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. മോളെ, നിനക്ക് ഒത്തിരി വെള്ളത്തിൽ കളിച്ചാൽ പനി പിടിക്കുവേ, വായോ. അവൾ ബാഗ് മുറ്റത്തിൻ്റെ ഒരറ്റത്തായി വെച്ചിട്ട് പെണ്ണിൻ്റെ അടുത്തേക്ക് നടന്നു. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് അവളുടെ നേർക്ക് പൈപ്പ് ചീറ്റി. ഇട്ടിരുന്ന ചുരിദാർ ഒരു നിമിഷം കൊണ്ട് നനഞ്ഞ് ശരീരത്തോട് ഒട്ടിച്ചേർന്നു. തത്തേ വേണ്ട. അവൾ പെട്ടെന്ന് ഷാള് കൊണ്ട് ദേഹം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ ശാസിച്ചു. എന്നിട്ടും നിർത്താതെ വെള്ളം കൊണ്ട് കളിക്കുന്നവളെ കണ്ടപ്പോൾ അവൾക്ക് ചെറുതായി ദേഷ്യം വരുവാൻ തുടങ്ങിയിരുന്നു. മോളെ നിർത്താൻ. ദേവികയെ അത് പറയുന്നതിന് മുൻപേ തന്നെ ആദി തത്തയുടെ കയ്യിൽ നിന്ന് ഓസ് തിരിച്ചു പിടിച്ചു വെച്ചിരുന്നു. ചളിപ്പോ നാണക്കേടോ അതോ അന്യപുരുഷന്റെ മുൻപിൽ അങ്ങനെ നിൽക്കേണ്ടി വന്ന നിസ്സഹായതയോ. അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ബാഗും കയ്യിലേന്തി ഗസ്റ്റ് ഹൗസിന് നേർക്ക് വേഗത്തിൽ നടന്നു. അവൾക്ക് പിന്നിലായി പാലാട്ടിക്കൊണ്ട് ഫ്രൂട്ടിയും. ഛേ. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ആദി അവരുടെ പോക്ക് കണ്ട് സങ്കടത്തോടെ തലയൊന്ന് കുടഞ്ഞു. കാത്തിരിക്കൂ. എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളുടെയൊക്കെ നിറഞ്ഞ അഭിപ്രായത്തിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.